ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മുടെ ബോക്സ് പ്ലീറ്റ് കുർത്തിയാണിത്. അതിന് ഫ്രണ്ട് കോളറും കൂടെ വരുന്നൊരു കുർത്തിയാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ആ ഒരു കോളറിനൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാം കേട്ടോ. 3 മീറ്റർ തുണിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. 3 മീറ്റർ തുണി ഞാൻ ഇതുപോലെ രണ്ടായിട്ടാണ് കേട്ടോ മടക്കി ഇട്ടേക്കുന്നത്. രണ്ടായിട്ട് മാത്രം മടക്കി ഇട്ടേക്കുവാണ്. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ലെങ്ത് കട്ട് ചെയ്തെടുക്കുവാണ്. ലൈനിങ്ങിലല്ല നമ്മളിത് കട്ട് ചെയ്യുന്നത്, മെയിൻ ക്ലോത്തിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അതായത് ഞാൻ ലെങ്ത് വൈസാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. 49 ഇഞ്ചാണ് ഞാൻ ലെങ്തിന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അളവുകളെല്ലാം ഒന്ന് കാണാം. ടോട്ടൽ ലെങ്ത് വരുന്നത് 47 ഇഞ്ചാണ്. ബസ്റ്റ് 37 ആണ്, വേസ്റ്റ് 33, ഹിപ്പ് 38. വീനെക്ക് ഫ്രണ്ടിൽ വരുന്ന ഡെപ്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ബാക്ക് നെക്കിന് നമ്മളൊരു 2 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഷോൾഡർ ഒരു 16 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 10.5. അപ്പോൾ ആ കാണുന്ന മെഷർമെൻറ്റുകളെല്ലാം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ മെഷർമെൻറ്റുകളുമായിട്ടും ഏകദേശം മാച്ച് വരുന്നവർക്ക് ഇത് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് ഞാൻ പറയുന്ന സ്ഥലങ്ങളിൽ റൗണ്ട് എടുത്തതിന് ശേഷം പറയുന്നത് പോലെ കണക്ക് കൂട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡറിന് വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 7.5 ഇഞ്ചാണ് കേട്ടോ. 7.5 ഇഞ്ച് വന്നത് നമ്മുടെ ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് 16 ആണ്. 16ൽ നിന്ന് 1 ഇഞ്ചാണ് നമ്മൾ കുറയ്ക്കുന്നത്. 1 ഇഞ്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 15 ഇഞ്ച് കിട്ടും. 15 ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു. ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കണം. 3.5 ഇഞ്ചാണ് കഴുത്തകലം ഞാൻ എടുത്തേക്കണത്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുവാണ്. 1/2 ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തേക്കുന്നത്. ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ കൈക്കുഴി വേണം അടയാളപ്പെടുത്തി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം വരുന്നൊരു കൈക്കുഴി ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 7.5 ഇഞ്ചാണ് കേട്ടോ ഇപ്പം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കൈക്കുഴി മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ലോപ്പ് എവിടെയാണ് ഇട്ടേക്കുന്നത് അതിന് നേരെ താഴത്തേക്ക് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ആ സ്ലോപ്പ് നമ്മൾ കളഞ്ഞ ആ ഒരു 1/2 ഇഞ്ച് കൂട്ടരുത്. അത് കൂട്ടാതെ വേണം നമ്മൾ താഴത്തേക്ക് 7.5 ഇഞ്ച് എടുക്കാനായിട്ട്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എൽ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. എൽ ഷേപ്പിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷൻ എവിടെയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ആണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 4 ഇഞ്ച് ലൂസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ വരയിൽ മുട്ടിച്ചുകൊണ്ട് ഈ 2 വരകളാണ് നമ്മൾ മുട്ടിക്കേണ്ടത്. ഈ 2 വരകളിൽ മുട്ടിച്ച് വെച്ചുകൊണ്ട് നമ്മൾ ഈ ആം ഹോൾ കർവ് യൂസ് ചെയ്തിട്ട് ആം ഹോൾ കർവ് ചെയ്ത് വരയ്ക്കണേ. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം നമ്മുടെ ആം ഹോൾ കറക്റ്റ് ആണോ എന്ന്. അതാണിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 16.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടണം. അതിന് ശേഷം നമ്മൾ ഡിവൈഡഡ് ബൈ 2 എടുക്കണം. അപ്പം 8.75 വരുന്നത്. അപ്പോൾ 8.75 നമ്മൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഇതുപോലെ നമ്മൾ അളന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് 8.75 കിട്ടുന്നുണ്ട്. 8.5 കിട്ടുന്നത്. എന്നാലും നമുക്ക് ആ ഒരു 2 പോയിൻ്റൊന്നും നമുക്ക് കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് കണ്ണടച്ച് വിടാവുന്നതേ ഉള്ളേ. ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു 1/2 ഇഞ്ച് മുതലുള്ള ഡിഫറൻസ് ഒന്നും 1/4 ഇഞ്ച് വരെയുള്ള ഡിഫറൻസ് നമുക്ക് കുഴപ്പമില്ല. 1/2 ഇഞ്ച് വരെയൊക്കെ വരുന്ന ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരുവേ. അതിനുശേഷം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഹിപ്പാണ്. ഹിപ്പിൻ്റെ പോർഷൻ നമ്മൾ ഒരു 19 ഇഞ്ചിലാണ്. ഏകദേശം ഒരു 19, 20, 18, 19 ആ ഒരു ഇഞ്ചിൽ ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ലിറ്റ് ഇടുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് ഹിപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ 19 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം അവിടെ നമ്മൾ ഹിപ്പിൻ്റെ അവിടുത്തെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഹിപ്പിൻ്റെ അവിടുത്തെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഹിപ്പ് മാർക്ക് ചെയ്തതിൻ്റെയും ചെസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെയും സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണത്, അതായത് വേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഏകദേശം സെൻറ്ററിൽ വരുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ നിങ്ങളൊരു 13.5 ഇഞ്ച് കണക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ. ഇതുപോലെ ഒരു 13.5 ഇഞ്ച് കണക്കാക്കി മാർക്ക് ചെയ്ത് കൊടുത്താലും ഓക്കെ ആയിരിക്കും. നമ്മുടെ വേസ്റ്റ് കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിലായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ ആഡ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത വരകളിലൂടെയെല്ലാം നമുക്ക് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം കണ്ടിന്യൂസ് ആയിട്ട്. ഇനി നമ്മൾ ലൈൻ പോലെ താഴത്തേക്ക് അങ്ങ് വരച്ചു കൊടുക്കുകയാണെങ്കിൽ വിഡ്ത്ത് നമ്മൾ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ വിഡ്ത്തും നമ്മൾ യൂസ് ചെയ്യുന്ന തരത്തിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. സാധാരണ ലൈൻ കട്ട് ചെയ്യുന്ന രീതി തന്നെയാണ് കേട്ടോ ഇത്. അതിനുശേഷം നമ്മൾ താഴെ 2 ഇഞ്ച് കയറ്റി കട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 സൈഡും തൂങ്ങിയായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഒരു തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സൈഡിലും ഇതേപോലെ കയറ്റി കട്ട് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ ബാക്ക് പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ബാക്ക് പീസിൻ്റെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, മാർക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 2 ഇഞ്ച് ഇറക്കിയാണ് കേട്ടോ ബാക്ക് നെക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് ഇറക്കി ബാക്ക് നെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് 1 ഇഞ്ച് കുറച്ചെടുത്തേക്കുന്നത്. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. കൂടുതൽ നമ്മൾ ബാക്ക് ഇറക്കം എടുക്കുന്നുണ്ടെങ്കിൽ 1 ഇഞ്ചല്ല, അപ്പം കുറയ്ക്കേണ്ട സംഖ്യകൾ മാറി മാറി വരും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ 2 ഇഞ്ച് മാത്രം കഴുത്തെടുക്കുന്ന പക്ഷം മാത്രമാണ് ഈ 1 ഇഞ്ച് നമ്മൾ കുറച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത വരകളിലൂടെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ എ ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ലൈനിങ് നമുക്ക് ഇനി ഇതിൻ്റെ മേളിലേക്ക് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ലൈനിങ്ങിനുള്ള പീസ് ഇതേ നമ്മൾ എടുത്ത് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 4 പീസും ഇപ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതായത് 4 വേണം നമ്മൾ മടക്കിയെടുക്കാനായിട്ട്. അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും. അപ്പം നമ്മൾ 4 ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ഒന്നിച്ചിട്ടാണ് കേട്ടോ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ലൈനിങ് നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത മെയിൻ ക്ലോത്ത് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇട്ട് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ നേരത്ത് കുറച്ച് സ്ഥലത്ത് ലൈനിങ് ഉണ്ടാവാതെ വരും കേട്ടോ. അപ്പോൾ ആ സ്ഥലത്ത് നമ്മളിത് ഇതുപോലെ ആ ഒരു കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാലൻസ് പീസ് ഇത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് എക്സ്ട്രാ നമുക്ക് എന്തോരം വേണോ അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ബാക്ക് പോർഷൻ്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അവിടെ ഒന്ന് പെൽപ്പിൻ്റെ വെച്ചൊന്ന് കുത്തി കൊടുക്കാം. ഇത് മാറിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ചെറിയ പീസായതുകൊണ്ട് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ലെങ്ത് മാത്രം അടയാളപ്പെടുത്തി ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു പാറ്റേണിലെ 49 ഇഞ്ചാണ് നമ്മൾ നീളം എടുക്കണത്. 49 ഇഞ്ചിൽ ഒരു അര ഇഞ്ച് കൂടെ കൂട്ടി ഇട്ടോ. 49.5 ഇഞ്ച് നീളത്തിൽ ഉള്ളതുകൊണ്ട് ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത് നമ്മൾ പ്രത്യേകിച്ച് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇതിൽ നമ്മൾ ചെയ്യുന്നില്ല. ഒരു ചെറിയ അടിപ്പടിക്കാനുണ്ട്. അടിച്ചതിന് ശേഷം, അതായത് ഇവിടെ നമ്മളൊരു ബോക്സ് പ്ലീറ്റ് ഇടണം. ബോക്സ് പ്ലീറ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത് വൈസ് ഇത് എടുക്കാം. അപ്പോൾ നമ്മളൊരു 50 ഇഞ്ചോളം, 50 ഇഞ്ച് തികച്ചില്ല, ഒരു 49.5 ഇഞ്ചോളം നമ്മൾ നീളത്തിലാണ് എടുക്കാൻ ഉദ്ദേശിച്ചേക്കണം. അങ്ങനെ ഒരു പീസ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഒന്നിനെയും പറ്റി ആകുലരാകേണ്ട. ഇത് ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസസ് ലൈനിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു ഡിസ്റ്റൻസ് എടുക്കാം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, അത് നമുക്ക് എത്ര വ്യത്യാസത്തിൽ വേണം ബോക്സ് പ്ലീറ്റ് എന്നുള്ളതിൻ്റെ അളവാണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും വ്യത്യാസം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 8 ഇഞ്ച് ഡിഫറൻസാണ് എടുത്തേക്കണത്. മീഡിയം സൈസിലുള്ളവർക്ക് 8 ഇഞ്ച് ഡിഫറൻസ് മതി. അപ്പോൾ 8ൻ്റെ പകുതി എത്രയാണ്? 4. ആ 4ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കണത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടും. അപ്പോൾ 4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴത്തേക്ക് ഒരു 14.5 ഇഞ്ച് നമ്മൾ താഴത്തേക്കൊരു നീളം കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് ഈ 14.5 ഇഞ്ച് വരെയാണ് നമ്മുടെ ബോക്സ് പ്ലീറ്റിൻ്റെ ആ ഒരു പോയിൻ്റ് ഉണ്ടാകുന്നത്. ഇവിടെ മുതലാണ് നമ്മുടെ ബോക്സ് പ്ലീറ്റ് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണേ. 14.5 ഇഞ്ച് മുതൽ ബോക്സ് പ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതാണിത്. അപ്പോൾ നമ്മൾ 14.5 മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടുന്ന് ഒരു 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ ലൈനിൽ നിന്ന് ഒരു 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ആ 5 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു, ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ 14.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതേ ലെങ്തിൽ ഇവിടെയും 14.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതേ ലെങ്തിൽ നമ്മൾ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ 2 പോയിൻ്റ്, അപ്പോൾ ഇവിടെ ഈ പീസിൻ്റെ ബാക്കിലും കൂടി ഇത് എവിടെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോച്ച് ഇട്ട് കൊടുത്തേക്കുവാണേ. കണ്ട, ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 വരകൾക്കുള്ളിലായിരിക്കും നമ്മുടെ ബോക്സ് പ്ലേറ്റ് വരുന്നത്. അതായത് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തു കഴിയാൻ നേരം ഈ 2 നോച്ചുകളും കൂടി ഒരുമിച്ച് വെക്കണം. എന്നുവെച്ച് നമ്മൾ ഇവിടെ ഒരു അടിപ്പ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു ബോക്സ് പ്ലേറ്റ് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാനിപ്പോൾ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ബാക്കിയുള്ള കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇത് അടിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പോയി അടിച്ചിട്ട് വരാം കേട്ടോ. അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാകും എങ്ങനെയാണ് ഈ ബോക്സ് പ്ലേറ്റ് വന്നതെന്ന് കേട്ടോ. അപ്പം നമുക്കിനി ബോക്സ് പ്ലേറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ തുണിയിൽ നോട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട്സുകൾ എവിടേക്കാണെന്ന് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് നോക്കാം. 2 നോച്ച്, ആദ്യത്തെ 2 നോച്ച് ഇതേ കാണാൻ പറ്റുന്നുണ്ട്. ആ 2 നോച്ചുകളും കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആ 2 നോച്ചുകൾ ഒന്നിച്ച് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക്
താഴത്തേക്ക് 14.5 ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത്. ആ 14.5 ഇഞ്ചിൽ ഒരു സൈഡിലാട്ടോ നമ്മൾ വരച്ചിരുന്നത്, മാർക്ക് ചെയ്തിരുന്നത്. മറ്റേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ മാർക്കിങ്ങിൻ്റെ ചോക്ക് പാടുകളൊന്നും തന്നെ എത്തിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ സമയത്താണ് കേട്ടോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 2.5 ഇഞ്ചായിരുന്നു അതിൻ്റെ വീതി എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ആ 2.5 ഇഞ്ചൊക്കെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും മറ്റേ സൈഡിലും കൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. നമ്മൾ മാർക്ക് ചെയ്ത സൈഡിൽ പാടുകളും വരകളും ഒക്കെ ഉണ്ട് കേട്ടോ ചോക്കിൻ്റെ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വരയെ കൂടി ബോക്സ് പ്ലീറ്റ് അടിച്ചു കൊടുക്കാവേ. ആദ്യമേ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ ഇവിടെ. അപ്പോഴാണ് നമ്മുടെ ബോക്സ് പ്ലീറ്റ് വീഴുന്നത്. കൺഫ്യൂഷൻ ഉള്ളവർ വീഡിയോയിൽ ശരിക്കും കാര്യമായിട്ടൊന്ന് വീഡിയോയിൽ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സ്ക്രീനിൽ കാണുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് 14.5 ഇഞ്ചിൻ്റെ ആ ഒരു പോർഷൻ എത്താൻ നേരം നിങ്ങളിത് അവിടെ കെട്ടിട്ട് അവസാനിപ്പിക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ബോക്സ് പ്ലീറ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത സ്ഥലം, ഇപ്പോൾ നമ്മൾ അടിച്ച സ്ഥലം ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിത് ഇതുപോലെ ആ ബോക്സ് പ്ലേറ്റ് ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. 2 സൈഡിലോട്ട് ഈക്വലായിട്ട് ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അവിടെയും നമ്മളൊരു അടിപ്പ് കൊടുക്കണവേ. കാരണം ബോക്സ് പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയും കൂടി നമ്മൾ ചേർത്തൊന്ന് അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് നമ്മൾ തുറന്ന് വെച്ച് സെൻറ്റർ നോക്കിയിട്ട് വേണം കേട്ടോ തുറന്ന് വെച്ച് അടിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും ചെയ്തെടുക്കണം. ഒരു സൈഡാണല്ലോ നമ്മളിപ്പോൾ ചെയ്തത്. 2 സൈഡും നമ്മളിത് ഇതുപോലെ ബോക്സ് പ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. കാരണം ബോക്സ് പല സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചരിവൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് ടേബിളിലേക്ക് ഇടണം. ബോക്സ് പ്ലേറ്റിൻ്റെ ആ തുറന്നിരിക്കുന്ന വശമൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്ത് നീറ്റാക്കി, അതായത് ചുമ്മാ മടക്കി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നീറ്റായിട്ടൊന്ന് ടേബിളിലേക്ക് വിരിച്ചിടണം, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പോലെ തന്നെ. അതിനുശേഷം നമ്മൾ മാർക്കിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഷോൾഡർ മെഷർമെൻറ്റ് എടുത്തിരുന്നത് 7.5 ഇഞ്ചായിരുന്നു. അപ്പോൾ നമ്മൾ 7.5 ഇഞ്ച് ഷോൾഡർ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തു. 3.5 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്തു. ഷോൾഡർ സ്ലോപ്പ് വരച്ചു. ഫ്രണ്ടിൽ ബാക്കിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതെല്ലാം നമ്മൾ ഫ്രണ്ടിൽ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. എല്ലാം സെയിം മാർക്കിങ്ങുകളാണ്. ചേഞ്ചസ് ഉള്ളത് ഫ്രണ്ട് നെക്കിൻ്റെ പാറ്റേണിലും പിന്നെ ആം ഹോളിൻ്റെ നമ്മളൊരു 1 ഇഞ്ച് കുറച്ചും കൂടെ ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു, നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ ഒരു പോർഷനാണ് എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ടത്. 1 ഇഞ്ചാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുന്നത്. ഹൈ നെക്കൊക്കെ വരുന്ന കേസിൽ നമുക്ക് 1 ഇഞ്ചൊക്കെ കയറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. വേറെ നെക്കുകളിലൊക്കെ അതൊക്കെ ചേഞ്ച് വരും. ഹൈ നെക്കിൽ വരുന്ന കേസിൽ നമ്മൾ 1 ഇഞ്ച് മിനിമം കട്ട് ചെയ്ത് കളയണം. പിന്നെ ഓരോ പാറ്റേണിനെ ഡിപ്പെൻഡ് ചെയ്ത് അകത്തേക്ക് കയറ്റിയൊക്കെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ആ ഉള്ളിലേക്ക് 1 ഇഞ്ച് നമ്മൾ കയറ്റി മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ആം ഹോളിൽ ഒക്കെ ആ ഒരു റൗണ്ട് വരച്ചെടുത്ത പോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കിങ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി താഴത്തേക്കുള്ള വേസ്റ്റും ഹിപ്പും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഹിപ്പ് നമ്മൾ 19 ഇഞ്ചിൽ നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് 13.5 ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിനെല്ലാത്തിനും ആവശ്യത്തിനുള്ള തയ്യൽത്തുമ്പും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് മാർക്ക് ചെയ്തെങ്കിലും ഞാൻ ഫ്രണ്ടിൻ്റെ മെഷർമെൻറ്റുകളെല്ലാം തന്നെ മറന്നു പോയിരുന്നു. അതുകൊണ്ടാണ് ഒന്നും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലും ചെറുതായിട്ടൊന്ന് എ ലൈൻ പോലെ ആക്കി കൊടുക്കണം. ചെറുതായിട്ട് നമുക്ക് എ ലൈൻ കിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ് പ്ലേറ്റ് നമ്മൾ ഇട്ടില്ലേ അവിടുത്തെ എക്സ്ട്രാ തുണി എടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ശകലം തുണിയെ നമുക്ക് കിട്ടുള്ളൂ. ഇനിയാണ് നമ്മുടെ നെക്കിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതാണ് എല്ലാവരും ചോദിച്ച നെക്ക്. അപ്പോൾ നമ്മളിത് ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഒരു 1/2 ഇഞ്ച് സ്ക്വയർ ആയിട്ട് കിടക്കുന്ന കണ്ടില്ല, അത് അങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. പിന്നെ നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കണം. അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു 1/2 ഇഞ്ച് താത്തി നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അതും നമ്മൾ ആ ഒരു സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഈ കാണുന്ന പോലെ തന്നെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് നമുക്ക് നോർമലായിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഫ്രണ്ട്.
ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലൊരു പാറ്റേൺ ആണ് ബോക്സ് പ്ലീറ്റിൻ്റെ. അപ്പോൾ അതെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നമ്മൾ തുണി മടക്കി മാറ്റി വെക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് നമ്മളൊരു പഫ് സ്ലീവാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നോർമൽ പഫ് സ്ലീവിൻ്റെ കട്ടിങ് ഒരുപാട് വീഡിയോകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഒന്നും കൂടി കണ്ടോളൂ. അപ്പോൾ നമ്മൾ തുണി ബാലൻസ് നമുക്ക് കിട്ടിയ തുണി ഒരു 1/2 മീറ്റർ തുണിയോളം കാണുമായിരിക്കും. അത് നമ്മൾ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ലെങ്ത് നമുക്ക് 10.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അതിന് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 11.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുവാണ് കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത് 10.5 ഇഞ്ചിന് ഞാൻ 11.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇനി എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടത്, സ്ലീവിൻ്റെ വീതി എന്തോരം എടുക്കണം, എത്ര ഇഞ്ച് താഴ്ത്തി വെട്ടണം, ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതെ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് /4 കൊടുക്കാൻ നേരം നമുക്ക് എത്രയാണോ കിട്ടണം അത്രയും തന്നെ വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ എനിക്ക് 9.25 വന്നേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 9.25 റൗണ്ട് ചെയ്തൊരു 10 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കണക്കാക്കി എടുക്കാം കേട്ടോ. 9.25 തന്നെ നമ്മൾ നോർമൽ ടോപ്പിനൊക്കെ നമുക്ക് 9.25 തന്നെ എടുത്താലും തികയും. പക്ഷേ ഇത് പഫ് കൈയും കൂടെ ആയതുകൊണ്ട് ഒരു പ്ലീറ്റും കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടിക്കോട്ടെ എന്ന് ഓർത്താണ് കറക്റ്റ് 10 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്തോരം താത്തി വെട്ടണം എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ചെസ്റ്റ് മെഷർമെൻറ്റ് /10 ചെയ്യണം. ചെസ്റ്റ് /10 ചെയ്യുമ്പോൾ ഇപ്പോൾ ചെസ്റ്റ് ഒരു 40 ആണെന്ന് വിചാരിക്കും. 40 /10 അപ്പോൾ നമ്മൾ 4 ഇഞ്ച് ഇറക്കണം. ഇവിടെ 37 ആണ് നമ്മുടെ ചെസ്റ്റ്. അപ്പോൾ നമ്മൾ 37 /10 കൊടുക്കണം. 10 കൊടുക്കാൻ നേരത്ത് നമുക്ക് 3.7 ആണ് കേട്ടോ കിട്ടുന്നത്. അതായത് 3.7 ആണ് നമുക്ക് കിട്ടുന്നത്. 3.7 നമ്മൾ താത്തി മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു സ്ലൈറ്റ് ആയിട്ടൊരു S ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് താഴത്തെ ഷേപ്പ് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്ത് തയ്യൽ തുമ്പ് വിട്ട് അവസാനിപ്പിക്കണം. അതിന് ശേഷമാണ് നമ്മൾ പഫ് മാർക്ക് ചെയ്യുന്നത്. പഫ് ഇത് ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഇതുപോലൊന്ന് പോലെ നമ്മൾ വരച്ചു കൊടുത്താൽ മതി. നമ്മുടെ പഫ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതേ പഫ് സ്ലീവിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നല്ല അടിപൊളി പഫായിരിക്കും കേട്ടോ. എഴുന്നേറ്റ് നിൽക്കും, അടിച്ച് താത്തിയ പോലെ താഴാത്ത അടിപൊളി പഫാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് പഫ് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് നോക്കണവേ. അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവ് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ കട്ടിങ് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് വേണ്ടിയിട്ടൊരു പീസും കൂടെ വേണം. കാരണം കഴുത്തടിച്ച് മറിക്കാനായിട്ടൊരു പീസ്, അത് നല്ല പീസ് തന്നെ വേണം. അതായത് നല്ല തുണി വെച്ച് തന്നെ നമ്മൾ കഴുത്തടിച്ച് മറിക്കണം. ലൈനിങ് ഒന്നും വെച്ച് അടിക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ പുറത്ത് കാണുന്ന ഒരു പോർഷനാണ്. കഴുത്തടിച്ച് മറിച്ചതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ആ 2 പീസും ഇങ്ങനെ തുറന്ന് ഫ്രണ്ടിലോട്ട് വെക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല മെയിൻ ക്ലോത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. മെയിൻ ക്ലോത്ത് എന്തോരം വേണം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഏകദേശം നമ്മുടെ കഴുത്ത് ഇറക്കം എന്ന് പറയുന്നത് 7 ഇഞ്ചായിരുന്നു. 7 ഇഞ്ചിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് ഒരു 9 ഇഞ്ചോളം ഒക്കെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ലെങ്ത്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എൻ്റെ കഴുത്തകലം 3.5 ഇഞ്ചായിരുന്നു. ആ ഒരു 3.5 ഇഞ്ചിൻ്റെ ഇരട്ടിയോളം ഏകദേശം വരുന്ന തരത്തിൽ ഞാൻ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരൊറ്റ പീസ് 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ എനിക്ക് ഒറ്റ പീസായിട്ട് കിട്ടിയില്ല. ബാലൻസ് ഉള്ള തുണി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ 2 പീസായി പോയി. അപ്പോൾ 2 പീസ് നമ്മൾ ജോയിൻ്റ് ഇട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ക്രോസാണ് ബാക്ക് നെക്ക് കഴുത്തടിച്ച് മറിക്കുന്നത് ക്രോസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രോസും കൂടി നമ്മളത് ഈ ഒരു സമയത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അതിന് മുന്നേ തന്നെ നമുക്ക് ആവശ്യത്തിന് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ ലൈനിങ്ങിൻ്റെ അടിയൊക്കെ മടക്കി അടിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ലൈനിങ്ങിൻ്റെ അടി മടക്കി അടിക്കണം. അതിന് മുന്നേ നമുക്ക് ജോയിൻറ്റ് കൂട്ടാനുണ്ടായിരുന്നു 4 പീസ്. അപ്പോൾ ആ 4 പീസ് ജോയിൻ്റൊക്കെ കൂട്ടിയിട്ടുണ്ടാവണമായിരുന്നേ. അപ്പോൾ ജോയിൻ്റൊക്കെ പീസ് കൂട്ടിയതിന് ശേഷം ഇതുപോലെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. മെയിൻ ക്ലോത്തിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ നമ്മൾ നെക്ക് എന്തോരാണോ ഇറക്കി കട്ട് ചെയ്തത് കറക്റ്റ് അത് തന്നെ നമ്മൾ ലൈനിങ്ങിലേക്കും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ലൈനിങ്ങിലേക്കും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ മെയിൻ ക്ലോത്തിൻ്റെ അടിയിലേക്ക് നല്ല വൃത്തിയായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ തയ്ച്ചെടുക്കണം. അതായത് മെയിൻ ക്ലോത്തിൻ്റെ അടിയിലേക്ക് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. മെയിൻ ക്ലോത്തിൻ്റെ പാട്ടി കൂടി അടിക്കുക. അതുപോലെ തന്നെ അടിച്ചിങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 വശവും ഒന്ന് അടിച്ചെടുക്കണം. അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ 4 സൈഡും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ ക്ലോത്ത് നമ്മൾ കഴുത്തടിച്ച് മറിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ച് കഴുത്തടിച്ച് മറിക്കുന്നത്. അത് നമുക്ക് വീഡിയോയിൽ കൂടെ നല്ല വ്യക്തമായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ 4 വശങ്ങളും ഇതുപോലൊന്ന് അടിച്ചെടുക്കണം. ഫ്രണ്ട് പീസ് മാത്രമല്ല ബാക്ക് പീസ് നമ്മൾ ഇതുപോലെ ലൈനിങ് എല്ലാം ചേർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവും തയ്ക്കാനായിട്ട്. ആദ്യം തന്നെ ലൈനിങ് എല്ലാത്തിൻ്റെയും ചേർത്ത് കൈയൊക്കെ അടിമടക്കി അടിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല വൃത്തിക്ക് എല്ലാ ലൈനിങ്ങും ചേർത്തെടുക്കണം കേട്ടോ.
ഇവിടെ നല്ല മഴയാണ് ഗൈസ്, അതുകൊണ്ടാണ് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ എരമ്പൽ പോലെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അത് മഴയുടെ സൗണ്ടാണ്, എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് ഇതുപോലെ തന്നെ, അതായത് ഇങ്ങനെ എക്സസ് പോർഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ അറ്റാച്ച് ചെയ്തെടുത്തില്ലെങ്കിൽ വൃത്തികേടായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കുഴിച്ച് വെട്ടിയതൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ ലൈനിങ്ങിൽ അതുപോലെ കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നെക്കിൻ്റെ അവിടെയൊക്കെ എക്സസ് ആയിട്ട് നിൽക്കുന്നതും സൈഡ് ഭാഗത്തൊക്കെ എക്സസ് ആയിട്ട് നിൽക്കുന്നതെല്ലാം ഈ ഒരു സമയത്ത് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ഇനി ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴുത്തടിച്ച് മറിക്കാനായിട്ടുള്ള പീസ് എൻ്റെ ജോയിൻറ്റ് പീസാണ്. അപ്പോൾ അത് ഒറ്റ പീസാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ അടിക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്ര തുണി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജോയിൻ്റ് ഇട്ട് എടുക്കുവാണ്. ജോയിൻ്റ് ഇട്ട് എടുത്തതിന് ശേഷം മെയിൻ ക്ലോത്ത് എന്തോരം ഉണ്ടോ അത്രയും തന്നെ നമ്മൾ ക്യാൻവാസും കൂടെ ഇതുപോലെ വെച്ച് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നെക്ക് അടിച്ച് മറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറൽ നെക്ക്. അപ്പോൾ അതായത് നമ്മൾ നല്ല വശവും ഇപ്പോൾ നമ്മൾ ക്യാൻവാസിൽ അയൺ ചെയ്തെടുത്തല്ലോ ആ പീസും പിന്നെ നമ്മുടെ മെയിൻ പീസിൻ്റെ ഫ്രണ്ടിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ മുഖാമുഖം ചേർത്തിടണം. ചേർത്തിട്ടതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്ത് അടിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് പുതിയതായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പേൽപ്പിന്നൊക്കെ വെച്ച് കുത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല എളുപ്പമുണ്ടാവും. അപ്പോൾ നമ്മളിപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്നവരായതുകൊണ്ടും കോട്ടൺ തുണി ആയതുകൊണ്ടും പേൽപ്പിന്നൊന്നും കുത്തുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ ഒരു സ്ക്വയറിൻ്റെ അതിലും വഴി ഇതുപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഒരു എൽ ഷേപ്പ് പോലെ നമ്മൾ അടിച്ചു കൊടുക്കണം. ഭയങ്കര സിമ്പിൾ നെക്കാണ്, പക്ഷെ കാണാൻ അടിപൊളി നെക്കാണ്. കാരണം ഒരു വെറൈറ്റി നെക്കാണ്. ഇതുപോലെ നമ്മൾ ആ ഒരു സെൻറ്റർ പൊസിഷൻ എത്താൻ നേരത്ത് കുത്തി നിർത്തണം കേട്ടോ. കുത്തി നിർത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്കി അങ്ങ് കൊടുത്താൽ മതി. കറക്കി കൊടുത്ത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടിച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് മറ്റേ കയറിയതുപോലെ തന്നെ കയറിയ വഴി കൂടെ തന്നെ നമ്മൾ ഇറങ്ങി വരുവാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അവിടെ കൊണ്ടൊന്ന് കുത്തി നിർത്തി കറക്കി എടുക്കുന്നു. നമ്മൾ എൽ ഷേപ്പിൽ അടിച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് മനസ്സിലായെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന്. എന്നാലും നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് വീഡിയോ കണ്ട് ഞാൻ പറയുന്നതും കൂടെ കേട്ട് മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്കത് എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ആ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മെയിൻ ക്ലോത്തിൽ മാത്രമേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ആ ക്യാൻവാസിലും കൂടെ ചേർത്ത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. തയ്യലിൽ കൊള്ളാതെ അങ്ങേയറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കണം, തയ്യലിൽ കൊള്ളുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇതുപോലത്തെ കട്ടിങ്ങുകളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഒരു സ്ക്വയർ ആയിട്ട് വരുന്ന പോർഷനിലെല്ലാം നമ്മൾ ഇതുപോലെ കട്ടിങ്ങുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് തിരിച്ചെടുക്കുകയാണ്. നന്നായിട്ട് തിരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ആ ഒരു മൂലയിലൊക്കെ നന്നായിട്ട് കുത്തി നമ്മൾ തിരിച്ചെടുക്കുമ്പം ഇതുപോലെ നന്നായിട്ട് കുത്തി തിരിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് ആ മൂലയൊക്കെ കിട്ടും. ഇത് ശരിക്കും നന്നായിട്ട് വൃത്തിക്ക് കിട്ടുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. നൂലൊക്കെ ഇട്ട് മറിച്ചെടുക്കണ പോലെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ആ ഒരു കഴുത്ത് മറിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു പോയിൻറ്റിൻ്റെ അവിടെ ഒരു ശകലം മറിഞ്ഞു വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ നല്ല ഇതുപോലെ നീറ്റായിട്ടൊന്ന് വലിച്ചൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം. അവിടെ ഒരു വി ഷേപ്പിൽ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണേ. എന്നിട്ട് ആ ഒരു ഭാഗം വെച്ചാണ് നമ്മൾ തിരിച്ചിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തുറന്ന് വെക്കുന്നത് കണ്ടോ. ആ ഒരു അടിപ്പിൽ കൂടെ നമ്മളിത് ഇതുപോലെ നമ്മൾ തുറന്ന് വെക്കും. അപ്പോൾ നമ്മുടെ കോളർ നെക്ക് ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോലത്തെ ഒരു നെക്ക് കിട്ടും. വീനെക്കാണ് ആക്ച്വലി നമുക്ക് കിട്ടുന്നത്, പക്ഷേ അപ്പോൾ ഒരു കോളർ വരുന്ന പോലെ ഒന്ന് ഫോം ചെയ്യും. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ 2 വീയും റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു നെക്ക് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് അടിച്ച് ചേർക്കാനായിട്ടുള്ള ഭാഗമൊക്കെ അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. എക്സസ് ആയിട്ട് നിൽക്കുന്ന ബാക്കി പോർഷനുകളെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്യാൻവാസ് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ ക്യാൻവാസ് ഇത്രയും പുറത്തേക്ക് നിർത്തിയാൽ മതി. അല്ലെങ്കിൽ ആ ഒരു വി ഷേപ്പിൽ തന്നെ എക്സസ് ആയിട്ട് നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ എക്സസ് ആയിട്ട് നിൽക്കുന്നത് അധികം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നില്ല, സ്ക്വയർ ആയിട്ട് തന്നെയാണ് നിർത്തുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഷോൾഡർ യോജിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ക്രോസ് പീസ് ഇട്ട് ആ നെക്ക് അടിപൊളിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ക്രോസ് ഇട്ട് നമ്മൾ അടിച്ച് മറിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ക്രോസ് ഇട്ട് അടിച്ച് മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ നോർമൽ എ ലൈൻ കുർത്തീനി എങ്ങനെയാണോ തയ്ക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് സ്ലീവ് എല്ലാം വെച്ച് നോർമലായിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഷോൾഡർ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഷോൾഡർ ഇതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ക്രോസ് ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്യുന്നത്. ക്രോസ് നമ്മൾ ഉള്ളിലോട്ട് വെച്ച് ഇരുത്തി അടിച്ച് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ നെക്ക് ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഈ നെക്ക് നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. ബാക്കി സ്റ്റിച്ചിങ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. നോർമൽ ലൈൻ എങ്ങനെയാണോ തയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ തയ്ക്കുന്നത്. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക, ഷേപ്പ് ചെയ്തെടുക്കുക, അടിമടക്കി അടിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് സ്ലീവാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. സ്ലീവ് വെക്കുന്നതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവർ നമ്മുടെ പഴയ വീഡിയോയിൽ ലൈൻ വീഡിയോസ് എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ നെക്കിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.